MQ-4C ട്രിട്ടോൺ ട്രിട്ടോൺ എന്ന് പറയുന്നത് US നേവിയുടെ ഏറ്റവും ചാരക്കണ്ണുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് 200 ബില്യൺ മുതൽ 650 ബില്യൺ വരെ റേഞ്ചിൽ വരുന്ന ഒരു ഡ്രോണാണ്. ചാരക്കണ്ണുകളുള്ള ഡ്രോണാണ്. ആ ഡ്രോൺ നമ്മുടെ ഹോർമിസ് കടലിടുക്കിൻ്റെ മുകളിലൂടെ പറന്നു. 50,000 അടി മുകളിൽ പറന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് 10,000 അടിയിലേക്ക് താഴ്ന്നു വന്നു. പിന്നെ സാധനം കാണുന്നതേയില്ല. അമേരിക്ക തപ്പുകയാണ്. ഒറ്റാലുമായി ആളുകളെ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ എബ്രഹാം ലിങ്കൺ കപ്പലിൽ ഒറ്റാലും കൊണ്ട് നാവികർ എത്തി തപ്പി തുടങ്ങിയിട്ടുണ്ട്. സംഗതി ഇറാൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ പൊടിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഇത്രയും വലിയ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടോ എന്നാണ് ആര് ചോദിക്കുന്നത്? അമേരിക്കയിലെ പെൻറ്റഗൺ ഒക്കെ ചോദിക്കുന്നത്. പക്ഷേ ട്രംപ് അതിനെക്കുറിച്ചൊന്നും അനങ്ങുന്നില്ല. പുള്ളിയുടെ ഒരു നിലപാട് ഇനിയിപ്പം ഭയക്കിനും വയ്യാവേലിക്കും ഒന്നും പോകണ്ട എന്നുള്ള നിലയിലാണ്. ഏതാണ്ട് എത്രയോ കോടി രൂപ വിലയുള്ള ഇന്ത്യൻ രൂപ 250 കോടി മുതൽ ഒരു 10,200 കോടി രൂപ വരെ വിലയുള്ള വ്യത്യസ്തമായ റേഞ്ചുകളിലുള്ള ഒരു ചാര ഡ്രോണാണ് ഇന്ന് ഹോർമിസ് കടലിടുക്കിൽ വെച്ച് നഷ്ടപ്പെട്ടത്. അമേരിക്കയുടെ അഭിമാനത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണത്. എന്തിനാണ് ഈ ചാരക്കണ്ണുള്ള ഡ്രോൺ അവിടെ പോയതെന്ന് വെച്ചാൽ, ഹോർമിസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ നിരീക്ഷിക്കാനും. പുള്ളിയാണല്ലോ മുതലാളി. അതിലേക്കൂടെ എത്ര കപ്പൽ പോകുന്നു, ആരുടെയൊക്കെ കപ്പലാണ്, അവിടെ വല്ലതും നടക്കുന്നോ എന്നൊക്കെ നിരീക്ഷിക്കാൻ വിട്ടതാണ്. ഇവിടെ വല്ലവൻ്റെയും പറമ്പിൽ കയറി നിരീക്ഷിക്കാൻ വിടുമ്പം, അതും പ്രത്യേകിച്ച് ഈ യുദ്ധകാല സമയത്ത് നിരീക്ഷിക്കാൻ വിടുന്നത് അത്ര നല്ല കാര്യമാണോ? അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിടണ്ടേ? ഒന്നാമത് അവന്മാർ കിട്ടിയാൽ താങ്ങും എന്നും പറഞ്ഞ് IRGC കാത്തിരിക്കുന്ന സമയത്താണ് ഇത് വിട്ടിരിക്കുന്നത്. ഹോർമിസ് കടലിടുക്കിൽ ചില പ്രത്യേക വഴികൾ കാണിച്ചു കൊടുത്തു. ഇതിലേക്കൂടെ അതിലേക്കൂടെയൊക്കെ ഒഴിഞ്ഞങ്ങ് പോകാൻ പറഞ്ഞു കപ്പലുകളോട്. നടുക്കൂടൊന്നും കയറല്ലേ എന്ന് പറഞ്ഞു. കാരണം കയറിയാൽ എല്ലാം കൂടെ ഡമ്പടപടപടമാവും. അതിൻ്റെ അടിക്ക് ബോംബടക്കമുള്ളവ സ്ഥാപിച്ചിരിക്കുകയാണെന്നാണ് IRGC പറയുന്നത്. അപ്പോൾ രണ്ട് വശത്തുകൂടെയും കപ്പലുകൾ പോകുന്നത് കണ്ടുപിടിക്കാനും നിയന്ത്രിക്കാനും വേണ്ടിയാണ് പറഞ്ഞതുപോലെ ഇത്രയും വിലപിടിപ്പുള്ള ഒരു സുനാൽറ്റിയെ അവിടെ വിട്ടത്. ഇതിൻ്റെ ആവറേജ് കോസ്റ്റാണ് ഞാൻ പറഞ്ഞ 200 മില്യൺ. ഹൈ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 618 മില്യൺ വരെ വരും. ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ കോസ്റ്റ് മാത്രം 1.16 ബില്യൺ വരുമെന്നാണ് ഇതിൻ്റെ വ്യത്യസ്തമായ ഡേറ്റകൾ നമ്മളോട് പറയുന്നത്. അതുമാത്രമല്ല, ഇത് സഞ്ചരിച്ച് പോയപ്പോൾ ആ ബ്രോഡ്കാസ്റ്റിംഗ് കോഡായ, ഇതിനൊക്കെ ബ്രോഡ്കാസ്റ്റിംഗ് കോഡ്സ് ഉണ്ടല്ലോ, അതായത് എന്തെങ്കിലും എമർജൻസിയിൽ പെട്ടാൽ കാണിക്കുന്ന ബ്രോഡ്കാസ്റ്റിംഗ് കോഡെന്ന് പറയുന്നത് 7700 അവസാനം കാണിച്ചത്. പിന്നെ നേരെ 7400 പോയത്. എന്ന് വെച്ചാൽ അത് കണക്ടിവിറ്റി നഷ്ടപ്പെടുന്ന ഒരു കോഡാണ് എന്നാണ് പറയുന്നത്. ഏതായാലും അങ്ങനെ ഈ സാധനം മാഞ്ഞേ പോയി. നമ്മൾ സാധാരണ മലയാള ഗാനത്തിൽ മാഞ്ഞു പോയി, മറഞ്ഞു പോയി, മഞ്ഞിൻ തുള്ളിയിൽ ലയിച്ചു പോയി എന്നൊക്കെ പറയുന്നത് പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു തരത്തിലുള്ള അഭ്യാസവും ഇറാൻ്റെ വ്യോമമേഖലയ്ക്ക് മുകളിൽ നടക്കുന്നതേയില്ല. ഇങ്ങനെ ഒരു സംഗതി കൂടി, ഡ്രോണിനെ കൂടി അടിച്ചിടുന്ന, 50,000 അടി മുകളിൽ പോകുന്ന ഡ്രോണിനെ കൂടി അടിച്ചിടുന്ന അത്രയും ധൈര്യവും ചങ്കൂറ്റവും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് വീണ്ടും ഒന്ന് മുട്ടാനിറങ്ങുന്നത്? ഒരു നിർവാഹവും ഇല്ല. വല്ലാത്തൊരവസ്ഥയിൽ പൊല്ലാപ്പ് പിടിച്ച പോലെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. സംഗതി ഇതിൻ്റെ തുകയല്ല അമേരിക്കയ്ക്ക് പ്രധാനം. 7-8 വിമാനം പോയി, 2 അടിച്ചങ്ങിട്ടു. ആ 2 രക്ഷപ്പെടുത്താൻ വരുന്നത് പോലെ യുറേനിയം മോഷ്ടിച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് കുറേ പേര് വന്നു. അതെല്ലാം കൂടെ വെടിവെച്ചപ്പം വാരിക്കൊണ്ടോടി. ഇപ്പം ദേ സമാധാന കരാർ നിലനിൽക്കുമ്പോൾ ഡ്രോൺ അങ്ങ് ഭസ്മീകരിച്ചു പോയി എന്ന് മാത്രമല്ല, ആ ഡ്രോണിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാമെങ്കിലും അത് പുറത്ത് പറയാനും വയ്യ. ഇപ്പോൾ വലിയ ഒരു ഭീമാകാരനായ ചട്ടമ്പിയെ ഒരു കൊച്ചി ചെറുക്കൻ കല്ലെടുത്തെറിഞ്ഞ് മറിഞ്ഞ് ഓർമ്മയില്ലാതെ വീണാൽ അത് പറയാനൊക്കുമോ? ആശാന് ഞരമ്പ് പിടച്ചതാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നും പുറത്ത് മിണ്ടാൻ വയ്യാതിരിക്കുകയാണ്. പക്ഷേ കുത്തിപ്പൊക്കുന്ന ഒരുപാട് അന്തർദേശീയ ചാനലുകൾ, ഈ കുത്തിപ്പൊക്കുന്ന ഒരുപാട് ചാനലുകൾ ഈ ആധുനിക ഡ്രോണിൻ്റെ സംഭവം കുത്തിപ്പൊക്കി രംഗത്തുണ്ട്. ഇനി മച്ചമ്പി എന്തോ പറയുമെന്നറിഞ്ഞില്ല. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയെന്ന് പറഞ്ഞാൽ ആ പോയതൊക്കെ പോട്ടറാ, തീരട്ടെ, ഇനിയിപ്പോൾ അവന്മാരുടെ അടുത്ത് ഗുസ്തിക്ക് പോകണ്ടെന്നേ മിക്കവാറും മച്ചമ്പി പറയൂ. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ.